ഹായ്, സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ടർക്കി മീറ്റ് കട്ട്ലറ്റാണ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ടർക്കി മീറ്റ് എല്ല് കളഞ്ഞ് മിൻസ് ചെയ്തെടുത്തത് 1/2 കിലോഗ്രാം. പൊട്ടറ്റോ പുഴുങ്ങി വേവിച്ച് പൊടിച്ചെടുത്തത് 3 മീഡിയം സൈസ്. സവോള ചെറുതായി അരിഞ്ഞത് 2 കപ്പ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല 2 ടീസ്പൂൺ. കറിവേപ്പില തിൻ സ്ലൈസായി കട്ട് ചെയ്തത് 2 തണ്ട്. മല്ലിയില 1/4 കപ്പ്. ഉപ്പ് ആവശ്യാനുസരണം. ബ്രെഡ് ക്രംസ് ആവശ്യാനുസരണം. മുട്ടയുടെ വെള്ള മാത്രമായി എടുത്ത് അടിച്ചു വെച്ചത് 2 എണ്ണം. എണ്ണ ആവശ്യാനുസരണം. നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലോട്ട് സോൾട്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്കിടെ നന്നായി ഇളക്കി കൊടുക്കുക. ഒരുമാതിരി വഴന്നു കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മസാല നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മിൻസ് ചെയ്ത് വച്ചിരിക്കുന്ന ടർക്കി മീറ്റ് ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. മീറ്റ് നന്നായിട്ട് വേകണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. മീറ്റ് ഇപ്പോൾ വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വേവിച്ച് വെച്ച മീറ്റ് കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കുക. ഉരുളകളാക്കിയതിന് ശേഷം കൈയുടെ വെള്ളയിൽ വെച്ച് പരത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കട്ട്ലറ്റ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട വെള്ളയിൽ മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഈ കട്ട്ലറ്റ് അതിലോട്ട് ഇടാവുള്ളൂ. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് കട്ട്ലറ്റ് ഇടുക. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മാത്രമേ കട്ട്ലറ്റ് എടുക്കാവുള്ളൂ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്.
ഗോൾഡൻ ബ്രൗൺ ആയി നമ്മൾ കട്ട്ലറ്റ് ഇങ്ങോട്ട് ഞാനൊരു പേപ്പർ ടവൽ വെച്ച പാത്രത്തിലോട്ടാണ് ഇത് കോരുന്നത്. നമ്മുടെ സ്വാദിഷ്ടമായ ടർക്കി മീറ്റ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.